ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് കേക്ക് എല്ലാം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള നമ്മുടെ വിപ്പിംഗ് ക്രീം എല്ലാം നിറച്ച് നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യില്ലേ ഇതുപോലെ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പൈപ്പിംഗ് ബാഗ് അഥവാ ഐസിങ് ബാഗ് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ, നമുക്ക് കടയിലൊക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ കവറുകൾ കിട്ടും അല്ലേ? പലതരത്തിലുള്ള കവറുകൾ കിട്ടും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ അതൊന്നും നിങ്ങളിനി കളയണ്ട, നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തു വെച്ചോളൂ കേട്ടോ. നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പൈപ്പിംഗ് ബാഗായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം ഓപ്പൺ ആണ്, അപ്പോൾ മറ്റേ ഭാഗം എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. അത് ഞാൻ ഇതുപോലെ കത്രിക കൊണ്ട് കട്ട് ചെയ്തു. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, രണ്ട് ഭാഗവും ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു കവറിൽ നിന്ന് തന്നെ രണ്ട് പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കാം. പൈപ്പിംഗ് ബാഗിൻ്റെ ഷേപ്പ് ഒരു കോൺ ഷേപ്പായിരിക്കും. ഇപ്പോൾ ഇതാ ആ നടുക്ക് വെച്ചിട്ട് നമ്മളിതാ ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. അതായത് ഒരറ്റം നന്നായിട്ട് കൂർത്തിരിക്കുന്ന രീതിയിൽ. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുക. ഇങ്ങനെ രണ്ടെണ്ണം നമുക്ക് ഉണ്ടാക്കാം. ഒരു കവറിൽ നിന്ന് തന്നെ രണ്ടെണ്ണം ഉണ്ടാക്കാം. എത്ര വലിയ കവർ ആയാലും ശരി, ചെറിയ കവർ ആയാലും ശരി, അതിൽ നിന്ന് നമുക്ക് രണ്ട് പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് ക്ലോസ് ചെയ്യണമല്ലേ ആ ഭാഗം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ആ ന്യൂസ് പേപ്പറിന് മിഡിലായിട്ട് ആ തുറന്ന ഭാഗം വെച്ചു കൊടുക്കാം. നമുക്ക് ക്ലോസ് ചെയ്യേണ്ട ഭാഗം ഏതാണോ അത് വെച്ചു കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അറ്റം മാത്രം വെച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും തേപ്പ് പെട്ടി, അതായത് അയൺ ബോക്സ് ഉണ്ടാവും അല്ലേ, അതൊന്ന് ലൈറ്റായിട്ട് ചൂടാവാനേ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ആ പേപ്പറിന്റെ മീതെ ഒന്ന് ഓടിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും, നന്നായിട്ട് ഒട്ടി കിട്ടും. ഇതിപ്പോൾ ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് എൻ്റെ അച്ഛനാണ് എനിക്ക് പറഞ്ഞു തന്നത്. അച്ഛൻ ഇപ്പം ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചിപ്സൊക്കെ കൊണ്ടുവരാനായിട്ട് അച്ഛൻ ഇതുപോലെയാണ് അറ്റം ഇതുപോലെ അയൺ ബോക്സ് വെച്ചിട്ട് ചെയ്ത് ക്ലോസ് ആക്കണ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്യും. ഇപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇപ്പം നമ്മുടെ അടുത്തില്ല, മിക്കവരുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാം. എന്നിട്ട് ആ ബാലൻസ് ഉള്ള ആ ഭാഗം നമുക്ക് ഇതുപോലെ മുറിച്ചു മാറ്റാം. നമ്മുടെ ഒരു പൈപ്പിംഗ് ബാഗ് റെഡി ആയിട്ടുണ്ട്. ഒരു ഹോൾ പോലും ഇല്ല, കണ്ടില്ലേ? നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ അടുത്തതും രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലോ ഒരു കവർ കട്ട് ചെയ്തപ്പോൾ. അപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ ചെയ്യാം. ആ അയൺ ബോക്സ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, അയൺ ബോക്സ് അധികം ചൂടാവരുത്, ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ കേട്ടോ. ഇപ്പൊ രണ്ടാമത്തെ പൈപ്പിംഗ് ബാഗും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏത് കവർ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അത് കവർ നന്നായിട്ട് ക്ലീൻ ചെയ്യുക, തുടച്ച് വൃത്തിയാക്കി വെക്കുക കേട്ടോ. ഇതിപ്പോൾ ചെറിയൊരു പൈപ്പിംഗ് ബാഗാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ചെറിയൊരു കവറാണ്. ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് പൈപ്പിംഗ് ബാഗ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഇതുപോലെ ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് അയൺ ബോക്സ് വെച്ചിട്ട് ക്ലോസ് ചെയ്തെടുക്കാം. ഒരിക്കലും അത് കട്ടായി പോവില്ല. നമ്മൾ വിപ്പിംഗ് ക്രീം എല്ലാം നിറയ്ക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അത് നോസിൽ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ നോസിൽ വെച്ചിട്ട് ചെയ്യാം. അതായത് പല രൂപത്തിലുള്ള, ഇപ്പോൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ പൈപ്പിംഗ് ബാഗിൽ ഉള്ളിൽ നമ്മൾ നോസിൽ കിട്ടും, പല രൂപത്തിലുള്ള നോസിൽ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ജസ്റ്റ് ഒന്ന് നമ്മൾ കത്രിക കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ദേ വേറൊരു പൈപ്പിംഗ് ബാഗ് റെഡി ആയിട്ടുണ്ട്. ആ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമല്ല, അയൺ ബോക്സ് അധികം ചൂടാവാൻ പാടില്ല. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ഇതാ ഇപ്പം നമുക്ക് ചെറിയൊരു പൈപ്പിംഗ് ബാഗ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വിപ്പിംഗ് ക്രീമാണ്. അത് നമ്മൾ ഇതിൽ നിറയ്ക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാണ്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ആ ലെയറിൻ്റെ ഇടയിൽ നമ്മൾ ഫില്ല് ചെയ്യില്ലേ പൈപ്പിംഗ്, അതായത് ഈ ബാഗ് വെച്ചിട്ടാണ്, ഐസിങ് ബാഗ് വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും.
ഇതാ അതിൻ്റെ മേലെ മറ്റേ ലെയർ വെച്ച് കൊടുക്കും. അപ്പോൾ ഇതിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം, എളുപ്പമാണ്. ഇതാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൈപ്പിംഗ് ബാഗാണ് കേട്ടോ, ഇത് ഐസിങ് ബാഗ്. ഇത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കഴുകി എടുത്തു വെക്കാം. ഇത് അങ്ങനെയുള്ളൊരു പൈപ്പിംഗ് ബാഗാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്ന കവർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. അത് നമുക്ക് കളയും ചെയ്യാം. അത് നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ നമുക്കത് കളയും ചെയ്യാം. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ഇപ്പോൾ ഐസിങ് ബാഗ് വാങ്ങിക്കണം എന്നൊന്നുമില്ല, ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇതുപോലുള്ള കവറുകൾ അല്ലേ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ചെറുതും വലുതും ആയിട്ടുള്ള ഐസിങ് ബാഗ് അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.